അപ്പോ ഇന്നത്തെ നമ്മുടെ അതിഥി വേറെ ആരുമല്ലേ, എവിൻ കെവിനിലെ കെവിനാണ്. അതെന്ത് ചേച്ചി? അല്ല, എന്റെ ചിരി അങ്ങനെ എനിക്കിത് ഇങ്ങനെ കാണിക്കാൻ പറ്റത്തുള്ളൂ, എനിക്കിത് കിട്ടത്തില്ല, അതുകൊണ്ടാ. നിന്റെ മാത്രം ഉദ്ദേശിച്ച ഫ്ലിപ്കാർട്ടിൽ ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് കിട്ടും നടുവേനക്കുള്ള. സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാ? അടുപ്പത്ത് നീ പറ. സാമ്പാർ കറി പൗഡർ ഉള്ളപ്പോൾ പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കണം. ഗേൾഫ്രണ്ട് വേണമെന്നുണ്ടോ? ഉണ്ട്. ഗേൾഫ്രണ്ട് വേണമെന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ച് മോന് ഗേൾഫ്രണ്ട് കിട്ടട്ടെ കേട്ടോ. അതെന്തോ ചോദ്യമോ ചേച്ചി, ഇതിപ്പോ കയ്യിൽ തേൻ ഒഴിച്ച് തന്നിട്ട് നക്കരുതെന്ന് പറയുന്നത്. ബാക്കി എനിക്കറിയത്തില്ല, ഇവിടെ വെച്ച് നിർത്തിയാലും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇനി നീണ്ടുപോയി കഴിഞ്ഞാൽ നീയും ചമ്മും ഞാനും ചമ്മും. അപ്പൊ ഇവിടെ വെച്ച് തന്നെ ശുഭം. ഇതാണ് സെൻട്രൽ പിന്നെ നോക്കിയിരുന്നാ മതി, ഇപ്പൊ ജയിക്കും. കാണിച്ചുതരാം. ആ കാണാം. എടാ ഇത്ര പോകുന്നു വേണ്ട, നീ തോപ്പിക്കല്ലേ? നീ തോപ്പിക്കല്ലേ? അതല്ല, അത് നമുക്ക് അടുത്തൊരു സ്റ്റാർട്ടിങ് അല്ലേ, കുറച്ചും കൂടെ എനിക്ക് മനസ്സിലായി. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാം. ഇത് സ്റ്റാർട്ടിങ് അല്ലേ, ഇതുമായിട്ട് 30 സെക്കൻഡ്സ് കഴിഞ്ഞു. എടാ മോനെ ഇങ്ങോട്ട് വെക്കുന്നത് ഒളിഞ്ഞു നോക്കുന്നത് എങ്ങോട്ടാ? ചുമ്മാ വട്ടത്തിട്ട പോരാ കേട്ടോ. വരയ്ക്കാം. ഇത് എന്തെങ്കിലുമൊക്കെ പോട്ടെ. എന്താ നിങ്ങൾക്ക് തെളിഞ്ഞില്ല അല്ലേ? ഉടായ്പും സാധാരണ നോർമൽ പൂക്കളൊന്നും ഇരിക്കും. അപ്പൊ നമ്മളൊരു സാധനം കൊണ്ടുവരും. ഈ സാധനം വെക്ക്. ഇത് ഇങ്ങനെ അല്ലല്ല അങ്ങനെ വെക്കണ്ട. ഇത് മതി കുറച്ചുകൂടെ. എങ്ങനെയും വെക്കടാ മോനെ, കഴിവില്ലടാ നിനക്ക്. എത്ര മിനിറ്റ് ആയി? മിനിറ്റ് ഒന്നും നോക്കണ്ട ആവശ്യമില്ല. അല്ല അങ്ങനെയൊക്കെ പറയാം, അന്നല്ലേ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുള്ളൂ. ആവശ്യമാണ് അവരുടെ കൊള്ളത്തിലട്ടോ. ഈ ചില ഈ ആർട്ടൊക്കെ കഴിച്ചിട്ട് അവസാനം ഒരു സാധനം വെക്കുമ്പോ ഒരു ഞങ്ങൾ അങ്ങനെ കിട്ടും. നോക്കിയിരുന്നാ മതി. എടാ ഞാൻ ചുമ്മാ തള്ളുന്നുണ്ട്, നീ അതുപോലെ ചെയ്യണേ. വേണ്ടല്ലേ, തള്ളൽ നിർത്താന്ന. നീ എനിക്കൊരു എനർജി താ. ആ എനർജി അല്ല ചേച്ചി, നമ്മൾ പൊളിക്കും അങ്ങനെയൊക്കെ പറ. അവരെ തള്ളിച്ചാവും. വേറെ സാധനം വരാണ്ട് ഇപ്പൊ കണ്ടോടാ. ഞാൻ അങ്ങോട്ടത്തെ പ്രത്യേകിച്ച് ഒന്നും കാണണ്ട. സാധനം നീ ബാക്കി ചെയ്തു. ഞാൻ നടുക്കൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കാം. കട്ട് ചെയ്തിട്ട് വല്ലവര് പുല്ലുമായെന്ന് പറഞ്ഞ നമ്മളെല്ലാം ഉപയോഗിക്കും. എന്റെ അമ്മേ 2.5 മിനിറ്റാ. കിള്ളിക്കൊണ്ടിരുന്നോ? കിള്ളി കഴിയുമ്പോ കളി കഴിഞ്ഞു. മെയിൻ സാധനം കൊണ്ടുവരാനുള്ള കളിയാണേ. മുങ്ങാനുള്ള പണിയാണോ? ഞാൻ അങ്ങനെ ചെയ്യൂ. നിനക്ക് നല്ല കഴിവുണ്ട് കേട്ടോ മോനെ, സത്യമായിട്ടും. എന്തോ കണ്ടിട്ടുണ്ട്. അപ്പൊ അവന് കഴിവില്ലെന്നല്ലേ ഞാൻ ചേർത്തത്. 3 മിനിറ്റ്സാ? ഈ പൂവൊക്കെ എവിടെ കൊണ്ടിട്ട് ഞങ്ങള് പിന്നെ സമയം തരാമോ? നിന്റെ ജഡ്ജാരാ? അവിടെ കാണാൻ നല്ല ഭംഗിയില്ലേ? നല്ല രസമാണ് ചേച്ചി കാണാൻ. ഞാൻ ഫ്ലാറ്റ് ഞങ്ങളിത് പൂക്കളോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ച എന്താ അറിയാമോ? അവള് തന്നെ ആയിരിക്കണേ ജഡ്ജായിട്ട് വന്നു കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അത്ര നല്ല വെച്ചല്ലേ. കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. മാക്സിമം തള്ളിപ്പോ. എത്ര മിനിറ്റ് ആയി? എത്ര
എനിക്ക് ഇരിക്കാനും പറ്റില്ല. ഇങ്ങനെ ഇങ്ങനെ തികയത്തില്ല. ഇതും കൂടെ എവിടെയും തള്ളി കയറ്റണമല്ലോ. പക്ഷെ നമ്മുടെ ഐറ്റം വേറെ നമുക്ക് ഓണാശംസ ചെയ്തേലെ. ഹാപ്പി ഓണം. അല്ല പൂക്കൾ കുറെ ഉണ്ട്. നമ്മൾ മെയിൻ ആൾക്കാരാണ്. അതൊക്കെയാണ്, അതൊക്കെ ചെയ്ത്. ഒരു മിനിറ്റ് കൂടിയാ ഓനെ ഒന്നും നോക്കണ്ട, വേഗം കേട്ടോ. അയ്യോ ഇത് വെച്ച് ഹാപ്പി ഉണ്ട്. ഇതാണോ പേടിക്കരുത് മോനെ, മോനെ പേടിക്കരുത്. വരുന്നില്ലടാ, സോറി. എനിക്ക് ചിരിച്ചിട്ട് അനക്കാൻ ഇങ്ങനത്തെ പരിപാടിയായിരുന്നു. ഒരു വെള്ളം ഇവിടെ ഒരു വാല് കുറവുണ്ടല്ലോ. ഏതാ അയ്യോ അത് മാറ്റിക്കോ. അയ്യോ ഓണ ഇപ്പുറത്തായ കുഴപ്പമുണ്ടോ? അത് കേട്ടോ, നമുക്ക് ഭൂമിന് ഓറഞ്ച് വരുന്നുണ്ട്. അവിടെ പൂ കടം തരാൻ കാണും. ഇല്ല, തീർന്നു തീർന്നു. അയ്യോ 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 കഴിഞ്ഞില്ലേ? അയ്യോ ചേച്ചി സൂപ്പർ. പ്ലീസ് ഒറ്റ മിനിറ്റ് കൂടെ എക്സ്ട്രാ. കൈമാറ്റി കൈമാറ്റി. ഇതെന്താണ് ഉണ്ടായത്? മാർക്കൊന്നും കാണുന്നില്ല. കഴിഞ്ഞു 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 കഴിഞ്ഞു. തൊടാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. ക്ലിയർ ചെയ്യാനുള്ള നമുക്ക് ലാസ്റ്റത്തെ സാധനം ഞാൻ പറഞ്ഞ അതൊക്കെ പറ്റില്ല. ഇനി മാർക്ക് ജഡ്ജ് ഞങ്ങൾ ക്ലിയർ ചെയ്യട്ടെ. ഇല്ല, അതൊക്കെ നേരത്തെ ചെയ്യണമായിരുന്നു. അതൊക്കെ നേരത്തെ ചെയ്യണം. ഫ്ലിപ്കാർട്ട് ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് കിട്ടും നടുവേനക്കുള്ള. ഞാൻ തിരികെ തവണ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാതെ തുടങ്ങിയപ്പോ പറഞ്ഞു ഓർമ്മയുണ്ടോ? ലാസ്റ്റ് ഒരു സാധനം ജഡ്ജി ഞങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം ജിൻസിയാണ്. എങ്ങനെ നീ മൊത്തം നടന്നു നോക്കോ. വേറെ സാധനം ഉണ്ടോ? അളവൊക്കെ നോക്കണോ, കറക്റ്റ് ആണോ ഇല്ല അങ്ങനെയൊക്കെ. ആദ്യമേ വേണം അവരെ നോക്കി കേട്ടോ. അത് തന്നെ, അത് നോക്കിക്കോ, അത് നോക്കിക്കോ, അത് നോക്കിയിട്ടും പറയാം. സോക്സ് എടുത്ത് മൂടി അല്ല ഔട്ട് ഓഫ് 10 പോരെ. അപ്പൊ എത്ര നമുക്ക് അറിയാം മാർക്ക്. നിങ്ങൾക്ക് അതെ അതിനോ എന്തിന്റെ അടിസ്ഥാനത്തിൽ? അപ്പൊ ബാക്കി ഒരു മാർക്ക് 5 മിനിറ്റ് തന്നിട്ട് ഞങ്ങളുടെ 3 മാർക്ക് പോലെ അവിടെ. ഇത് വലുതും ഇത് ചെറുതും. അല്ല ഇത് മൂത്തതാ, ഇത് 3 വയസ്സുള്ള. കളിയാക്കടാ. കഴിഞ്ഞു വേറെ ഫസ്റ്റ് കാര്യം പറഞ്ഞായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം ഇവന് വിട്ടുകൊടുക്കണമെന്ന്. ഞങ്ങൾ ഈ പൂക്കളൻസർ അങ്ങ് വിട്ടുകൊടുത്തു. ആർക്കായിരുന്നു വരയ്ക്കാൻ അറിയാന്ന് പറഞ്ഞ് നോക്കട്ടെ പേടകം. അല്ല ഇത് വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ? ഞങ്ങള് പിന്നെ പറവേ ഇത് വെറൈറ്റി മരിച്ചിട്ട് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയണം. ഈ പൂ വെച്ച സാധനം ഇല്ലേ, എനിക്ക് ശ്രീനാഥേട്ടൻ ഇവിടുന്ന് എന്തോ എടുക്കാൻ വന്നപ്പോ തെന്നി വീണായിരുന്നു. അവിടുന്ന് കിട്ടിയതാ നോക്ക്. അയ്യോ അതല്ലേ അതുപോലെ തന്നെ വെച്ചിരിക്കുന്നു. ഞങ്ങള് ലാസ്റ്റ് ഒരു സാധനം പറഞ്ഞിട്ട് അത് ഇടാൻ ടൈം കിട്ടിയില്ല. ഇപ്പൊ ഒന്നിട്ട് നോക്കട്ടെ. അയ്യോ അയ്യോ സുഹൃത്തുക്കളെ, അപ്പൊ ഞങ്ങളെ പൂക്കളൻസറോട് അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ ഈ സെഗ്മെന്റിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇവർക്ക് വേണ്ടി വിട്ടുകൊടുക്കണം. ഞങ്ങൾ നേരത്തെ നമ്മൾ മുമ്പേ പ്ലാൻ ചെയ്തിരുന്നു. ഉത്രാടവും ടീം ചതയവും ടീം ചതയം ചതഞ്ഞു പോയിരിക്കുന്നു. എന്നിട്ട് അവിടെ കടന്നങ്ങ് ഉരുണ്ടങ്ങ് മെഴുകുവാണ്. ഞങ്ങൾ ഉത്രാടം ഓണത്തിന് തലേദിവസമായിട്ടുള്ള എല്ലാ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഡിസൈൻ കണ്ട് നിങ്ങളുടെ വീട്ടിലും വേണമെങ്കിൽ എടുക്കാവുന്നതാണ്.
ഓക്കെ, അന്ന് നമുക്ക് 2 ചോദ്യം ചോദിക്കാം, അതിനെ ഒരു ഉത്തരം പറയട്ടെ. തമിഴ്നാട്ടിൽ നിന്ന് 5 പൂക്കളുടെ പേര് പറ. ജമന്തി, കണിക്കുന്ന. തെറ്റി. അപ്പൊ ഞങ്ങള് ജഡ്ജസ് എവിടെ? മുത്തുപാണ്ടി, അതെ, മുത്തുപാണ്ടി, സെൽവം. കുമാർ. അയ്യേ എടാ, ഡിസൈനിൽ അവര് ജനറൽ നോളജിൽ നമ്മള് ജനറൽ നോളജിൽ ഞങ്ങളാ. സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാ? അടുപ്പത്ത് ആദ്യമേ നമ്മൾ സാമ്പാർ കറി പൗഡർ ഉള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിനു കഷ്ടപ്പെടണം? അതെ, സാമ്പാറിൽ ഇടുന്ന വെജിറ്റബിൾസിന്റെ പേര് പറ. എന്തൊക്കെയാ ഇടുന്നത്? തക്കാളി, ഉരുളക്കിഴങ്ങ്, അതൊക്കെ എനിക്കറിയാം. പറ, ബാക്കി പറ. ബാക്കി തന്നെ ഉപ്പ്, കായം, മുരിങ്ങക്കോല് ഞാൻ പറയായിരുന്നു. മുരിങ്ങക്കോല്, പിന്നെ വേറൊന്നുമില്ല. ചെറിയുള്ളി 2.5 കിലോ, കിഴങ്ങ്, മത്തങ്ങ, വേറെ എല്ലാം ഞാൻ. അയ്യോ, ഇതൊക്കെ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ചോദിക്കടാ മോനെ. പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നത്? എന്ത് പച്ചടിയാ വേണ്ടേ? പാവക്ക പച്ചടി. എന്ത് പച്ചടി? പാവക്കയുടെ പച്ചടിയല്ല ഉണ്ടാക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് പച്ചടി. പച്ചടി എന്തുകൊണ്ടായാലും ഒരു പച്ചടിയൊക്കെ ഉണ്ടായി, നിങ്ങളുടെ ഇഷ്ടം, അവരുടെ ഇഷ്ടത്തിന്. ശരി, പാവക്കയുടെ പച്ചടിയല്ല, കിച്ചടി ഉണ്ടാക്കി. നിക്ക് ഇവിടെ ചോദിച്ചു, ഇവിടെ ഇങ്ങോട്ട് ചുമച്ച് പറഞ്ഞു. തൈര്. നീ പറഞ്ഞോടാ. ഈ പാവയ്ക്ക, തൈര് അരിഞ്ഞ് വറുത്ത് അത് പറഞ്ഞിട്ട് പോയാ മതി. കട്ടത്തൈര് അരിഞ്ഞ്. കട്ടത്തൈര് എങ്ങനെയാണ് അരിയുന്നത്? അവൻ ഉദ്ദേശിച്ച് മിക്സ് ചെയ്ത് ലൂസാക്കി മോരാക്കി. വേണ്ട കേട്ടോ, തിരിച്ചങ്ങോട്ട് വയ്ക്കാം. നമുക്ക് അങ്ങോട്ട് വയ്ക്കാം. അല്ല, നിങ്ങൾക്കൊരു ഉത്തരവില്ലേ? ഇവര് പകുതിക്ക് വെച്ച് വീഴും. ചെക്കൻ മുരിങ്ങാക്കോല് വരെ പറഞ്ഞു സാമ്പാറിലിടണേ. അത് എന്തൊക്കെ ഉണ്ടെന്നല്ലേ ചോദിച്ചുള്ളൂ. ഞങ്ങളുടെ അവിയലോ എന്തെങ്കിലും കൊണ്ട് വെച്ചു ഞങ്ങൾ പറയാം. അയ്യേ, നിങ്ങളുടെ ഇഷ്ടത്തിന് ക്വസ്റ്റ്യൻ ചോദിക്കാം ഞങ്ങള്. എന്നാ ശരി. അത്തം തൊട്ട് തിരുവോണം വരെ നേരത്തെ പറഞ്ഞത് ഓർഡറിൽ പറ. അയ്യേ, അതൊക്കെ കഴിഞ്ഞ് അതല്ല, ഓൾറെഡി കഴിഞ്ഞ. പറഞ്ഞിട്ട് പോയാൽ മതി. കഴിഞ്ഞോട്ടെ, കഴിഞ്ഞല്ലേ, അപ്പൊ അറിയാലോ. പറ. ഉത്തരം അറിയാതാണ് ഞങ്ങളോട് ജ്യോതി, വിശാഖം, മവിട്ടം. ഇല്ലല്ലോ, ഇടയ്ക്കത്തൊക്കെ അവിടെ പോയി. എന്താ 2 പോയല്ലോ. ജ്യോതിയല്ല, അത്തം, ചിത്തിര. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അവിട്ടം. മകയിലൊക്കെ പിന്നെ ഇടയ്ക്കാണല്ലോ ഇരിക്കുന്നത്. നമുക്ക് തിരുവോണം മതി. ആവശ്യമില്ലാത്ത ചർച്ചയിലേക്ക് 2 ടീമും മണ്ടന്മാരാ. 2 ടീമും. ഓക്കെ, എന്തായാലും നമ്മള് അത്തപ്പൂക്കളത്തിൽ നമ്മൾ ടീം കിളി ജയിച്ചിരിക്കുന്നു. അല്ല, നമ്മൾ ഉത്രാടം ജയിച്ചു, ചതയം ചതഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ ഓണാഘോഷം, ഓണം ഇന്റർവ്യൂ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഓണം കഴിഞ്ഞിട്ട് വന്ന നാളേതാ? ചതയമാണോ? അല്ല, 4 ഓണോ ചതയം? ലാസ്റ്റ് നമ്മൾ അവിട്ടം. വാട്ടാ. അപ്പൊ പൂക്കളോത്സവം വളരെ ഞങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ ഇവരെ ജയിപ്പിച്ചിരിക്കുകയാണ്. സാഹസികമായിരുന്നു. എന്താ പറയാ, കാണിച്ച ബുദ്ധിയെ. അതെ, ആനമുട്ട വാങ്ങിച്ചിട്ടിരിക്കുക. അല്ല, മറ്റേ മത്സരത്തിൽ നീയല്ലേ ജയിച്ചേ? എടാ, നിന്റെ ദിവസമാണ്. എനിക്ക് വയ്യ, നീ സൂപ്പർ. നമുക്ക് വരണ്ടാ, സാധനം വരണ്ട്. അപ്പൊ എന്തായാലും പൂക്കളോത്സവമൊക്കെ അതിമനോഹരമായി കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളൊരു ചെറിയ ഓണം സ്കിറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് ഇവിടെ ചെയ്താലാ? ഇവിടെ തന്നെ ചെയ്യാം. ഓക്കെ, എങ്ങനെ ഇരിക്കണ്ടേ? ഞങ്ങൾ അപ്പുറത്തിരിക്കണം. ഗായ്സ്, അപ്പൊ നമ്മുടെ സ്കിറ്റ് തുടങ്ങാൻ പോവാണ്. ഈ സ്കിറ്റിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുന്ന ഒന്നും അറിയില്ല. എന്തായാലും നമ്മൾ നന്നായിട്ട് ചെയ്ത ഇങ്ങനെ വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. തലമുട്ടിയായിരുന്നു അതിന്റെ നീ കാണിക്കുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ മാംഗോ സ്പേസ്. അപ്പോ ഇന്നത്തെ നമ്മുടെ അതിഥി വേറെ ആരുമല്ലേ, കെവിനാണ്. അതെന്താ ചേച്ചി? അല്ല, എന്റെ ചിരി അങ്ങനെ എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റത്തുള്ളൂ, എനിക്കത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് എന്റെ ചിരി ഇങ്ങനെയാണ്. ചേച്ചി, ഞാൻ സാധാരണ കണ്ടിട്ടുള്ള ഒരു ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ പുള്ളിയെ കാണാൻ, പുള്ളി എന്ത് ഇല്ലേ? അല്ല, പുള്ളി ഫീമെയിൽസിനെ ഹാൻഡിൽ ചെയ്യാറുള്ളൂ.
അപ്പൊ മോനല്ല ഞാൻ വെളിയിൽ നിൽക്കുന്ന കണ്ടായിരുന്നു. അല്ല മോന് മുമ്പ് വേറൊരു ഫീമെയിൽ ആയിരുന്നു വരായിരുന്നു. ഇപ്പൊ പിണങ്ങിപ്പോയി. ആണല്ലേ? ഇവിടുന്ന് രാജിവെച്ച് പോവാന്നാ പറയുന്നത് കേട്ടെ. പുള്ളിയില്ല. അപ്പം മോനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മോന്റെ സഹോദരൻ എവിൻ എന്ത് ചെയ്യാ? കണ്ടില്ലല്ലോ. അവൻ ചെറിയ ഹോസ്പിറ്റൽ കേസ് ആയിട്ട്. അയ്യോ എന്ത് പറ്റി മോനെ? അല്ല മോനെ എന്ത് പറ്റി മോനെ? മോനെ എന്ത് പറ്റി മോനെ? പൊന്നെ ചേച്ചി കള്ളത്തിനും പോയി ചേച്ചി സമയമൊക്കെ എടുക്കും ഇങ്ങനെ കുത്തി ചോദിക്കാതെ. പോട്ടെ, മോന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഗേൾ ഫ്രണ്ട് ഉണ്ടോ പറ. ഇല്ല ഇല്ല. വേണമെന്ന് ഗേൾ ഫ്രണ്ട് വേണമെന്നുണ്ടോ? ഉണ്ട്. ഗേൾ ഫ്രണ്ട് വേണമെന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ച് മോന് ഗേൾ ഫ്രണ്ട് കിട്ടട്ടെ കേട്ടോ. അതെന്തോ ചോദ്യമോ ചേച്ചി? ഇതിപ്പോ കയ്യില് തേനൊഴിച്ച് വന്നിട്ട് നക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ. പോട്ടെ മോനെ. എനിക്ക് അടുത്ത മോൻ്റെ അടുത്ത് ചോദിക്കാനുള്ള, മോന് അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം? വെറുതെ എന്തിനാ കുടുംബം കലകാക്കുന്നത്? വേണ്ട, ആ ചോദ്യം വേണ്ട, അത് നമുക്ക് വിടാം. അത് പ്ലീസ്, അത് വേണ്ട. ഓക്കെ, ഒരുമാതിരി ഞാൻ വന്നപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ചു. ഇവിടെ എന്തോ ഒറ്റ ക്യാമറ. ഞാൻ സാധാരണ ഇന്റർവ്യൂവിലൊക്കെ പോകുമ്പോഴേ 2 ക്യാമറ ഒക്കെ ഇരിക്കുന്നതാണ്. ഇത് തന്നെ ഒറ്റ ക്യാമറ. 2 ഉണ്ടായിരുന്നു, ഒരാളെ പറഞ്ഞു വിട്ടു. അതെന്താ ക്യാമറ ഓണാക്കിയിട്ട് കിടന്ന് ഉറക്കമാണ്. നമുക്കത് ആകാശം എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി എപ്പോഴും ആകാശത്താണ്, സ്വപ്നമാണ് കണ്ടോണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പറഞ്ഞു വിട്ടു, പുള്ളി ശരിയല്ല. ആണല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇനിയും നീണ്ടുപോയി കഴിഞ്ഞാൽ നീയും ചമ്മും ഞാനും ഗ്ലാസ് എടുത്തിട്ടാ. ഈ ചിരി സുഹൃത്തുക്കളെ, ഈ ചിരി എന്താ അറിയാമോ? ഇത് വെള്ള ചിരിയാണ്. ഈ സൗണ്ട് ഒന്ന് ചിരിച്ചിരി. ഇല്ല, എനിക്കത് ഇല്ലില്ല, അത് പോയി. പക്ഷെ സ്ത്രീകളെ മാത്രമേ ഇന്റർവ്യൂ ചെയ്തെന്നുള്ള ഒരു സത്യമാണ്. കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ആമ്പിള്ളേരെ കണ്ടിട്ടില്ല. അത് സത്യം. ഏതൊരു നല്ല പെൺകുട്ടികളാണെങ്കിൽ ശ്രീനാഥേട്ടന് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. വെറുതെ പറഞ്ഞു. അപ്പൊ നമുക്ക് എങ്ങനെയാ വൈൻഡപ്പ് ചെയ്താലോ? എന്തായാലും വെറുതെ ആകാശം കൊടുത്തത് എനിക്ക് ഇഷ്ടമായി. ശരിക്കും നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? പിന്നെ ഓണപരിപാടി ഇന്റർവ്യൂ പിന്നെ അതറിഞ്ഞാ മതി. അപ്പൊ നമുക്ക് എങ്ങനെയാ നൈസായിട്ട് അടിപൊളിയായിട്ട് ഓണപ്പാട്ട് പാടി. ഓക്കെ, അപ്പൊ നമ്മുടെ ഓണം ഇന്റർവ്യൂ ഗംഭീരമായി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ പൂവിട്ടു, കൗണ്ടർ പറഞ്ഞു, സ്കിറ്റ് ചെയ്തു, ഗെയിം കളിച്ചു, എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. മണ്ടത്തരം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അതെ, അവസാനമായിട്ട് നമുക്കൊരു പാട്ട് പാടി തകർത്ത് അടിച്ചു പൊളിച്ചങ്ങ് എൻഡ് ചെയ്തേക്കാം. ഇതും കൂടി അതെ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാട്, കൊട്ട് വേണം, കുഴൽ വേണം, കുരവ വേണം, ബാക്കി എനിക്കറിയത്തില്ല, ഇവിടെ വെച്ച് നിർത്തിയാലും മുന്നോട്ട് പോകണ്ടല്ലോ. സൂപ്പർ, അടിപൊളി. എല്ലാവർക്കും ഞങ്ങളെല്ലാവരും ഹാപ്പി ഓണം. പിച്ചട്ടെ അല്ല അത് വെച്ചിക്കോ, ഒരെണ്ണം മാത്രം ബാക്കി വെച്ചു. സെൻട്രൽ ഇടയ്ക്ക് ആ സാധനം വരും. കറണ്ട് പോകുമ്പോ ഇടയ്ക്ക് ഒച്ച ഉണ്ടാക്കും. മരപ്പെട്ടിയൊക്കെ ഓടിക്കൂടാ. ഇല്ല, ഞാൻ നിർത്തും. എന്താടി ഓരോന്ന് പറഞ്ഞത് പൊളിക്കും. എന്താ ഒരേപോലെ വരാൻ പാടില്ല. ഒരേപോലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടാവും. ജഡ്ജ് ഇവിടെ വന്ന് റെഡി ആയിട്ടിട്ടുണ്ട്. ജിൻസിയാണ് ഇന്നത്തെ ജഡ്ജ് നമ്മുടെ ദില്ലി ഇരിക്കുന്നത്. ഞാൻ ഈ മുണ്ടൂരി ഇവിടെ മറയട്ടെ. അപ്പൊ നമുക്ക് പ്രോത്സാഹനം കൂടും, നമ്മുടെ റീലിന് റീച്ച് കൂടും. കണ്ടടാ നിന്റെ ഉടുപ്പൂരിട്ട് റീച്ച് ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ്. ചേട്ടൻ അങ്ങനെ എവിടുത്തെ വേറൊരു ശരിയായിട്ട് ജഡ്ജിന്റെ ഇല്ലില്ല, നീ കൊണ്ടുവരണ്ടാ. ഊരെന്നുണ്ടെങ്കിൽ ഊരിക്കോട്ടെ. എല്ലാ സപ്പോർട്ടും. ആ എല്ലാം ഫുൾ സപ്പോർട്ട്. നമുക്ക് മറ്റേ മെക്സിക്കൻ സ്റ്റൈലിലിടാം. നമുക്ക് തായ്ലൻഡാ? എടാ ഇത് ഉറപ്പിച്ചോ, നിന്റെ മുണ്ട് ഊരിക്കോ. എണ്ണൊക്കെ തേപ്പിച്ച്
പൂ കൊണ്ട് മൂട് പാട്ട് പാടും നിങ്ങൾ തുടങ്ങിയോ ആ തുടങ്ങി ഗെയിം സ്റ്റാർട്ട് തുടങ്ങിയോ തുടങ്ങിയോ തുടങ്ങിയ അത് എടാ മോനെ നീ ഞങ്ങക്ക് മറ്റേ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ആ ജിൻസി പറ ടൈം സ്റ്റാർട്ട്സ് നൗ ഈ തുടങ്ങിയെന്ന് പറയണ്ടേ എനിക്ക് ടൈം തുടങ്ങാൻ പോകുന്നുള്ളൂ പറ്റത്തില്ല ചോക്ക് ഉപയോഗിച്ച പോയിന്റ് ഇല്ലേ ഉണ്ടായിരുന്നു, കണ്ടില്ല കണ്ടില്ലെന്ന് പറഞ്ഞേ രണ്ടുപേർക്കും ഒരേപോലെ ആയിരിക്കണം പ്രോപ്പർട്ടീസ് ചോക്ക് ഉപയോഗിച്ച പോയിന്റ് നിങ്ങൾ കൊടുത്തു പ്രശ്നം കഴിഞ്ഞില്ലേ നമുക്ക് പെട്ടെന്ന് തീർക്കാം. അങ്ങനെ ഇരിക്കട്ടെ നമുക്കൊന്നും ഇവിടെ തെളിയൂല ചോക്ക് അവരെന്തെങ്കിലും ചെയ്യട്ടെ നമുക്കൊന്നും അറിയണ്ട ടൈം തുടങ്ങിയോ വേണ്ട ചോക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ തുടങ്ങാൻ പോണോ തെളിയൂല